വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് പറഞ്ഞാൽ മാറാത്തവനുമായ ദൈവത്തിൻ്റെ ഉന്നതമായ നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. ദൈവത്തിൻ്റെ ശബ്ദം, പരിശുദ്ധാത്മാവിൻ്റെ വിലയേറിയ ദൂത് നമ്മുടെ ഹൃദയത്തിന് വിടുതലായി, ജീവിതത്തിൻ്റെ ചൈതന്യമായി മാറത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് ആഴവും ശക്തമായി ഇടപെടുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 2 ശൗമേൻ്റെ പുസ്തകം 7 അധ്യായം 29 വാക്യം, അതിൻ്റെ അവസാന ഭാഗം. കർത്താവായ യഹോവേ, നീ അങ്ങനെ അരുളി ചെയ്തിട്ടുമുണ്ടല്ലോ. നിന്റെ അനുഗ്രഹത്താൽ അടിയൻ്റെ ഗ്രഹം തിരുമുമ്പിൽ എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. വളരെ സുപരിചിതമായ ഒരു തിരുവെടുത്ത അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യമാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് അതിനകത്തുനിന്ന് ആഴമായി വെളിപ്പെടുത്തുന്ന, ശക്തമായി ഇടപെടുന്ന ദൂതുകൾ. ഇവിടെ ഭക്തൻ പറയുക, നീ അങ്ങനെ അരുളി ചെയ്തിട്ടുണ്ട്. ഭക്തന്മാരുടെ പ്രത്യേകത തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ, ദൈവം ഒരു ആലോചന പറഞ്ഞാൽ അത് ദൈവത്തെ അങ്ങ് ഓർമ്മപ്പെടുത്തുക. കർത്താവിന് സന്നിധിയിൽ ആ വാക്കുകളങ്ങ് വെളിപ്പെടുത്തുക. നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, നീ അങ്ങനെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. വീണ്ടും ഹൃദയത്തെ ഭക്തൻ ബലപ്പെടുത്തുന്ന നിലയിൽ തൻ്റെ വാഗ്ദാനങ്ങൾ, തന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ, തൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിർണയങ്ങൾ, അത് വീണ്ടും തൻ്റെ അധരത്തിലൂടെ പുറത്തു വരിക, വിശ്വാസത്താൽ പുറത്തു വരിക. ഇന്ന് ദൈവത്തിൻ്റെ പൈതലെ, കർത്താവ് ഏതെങ്കിലും ഒരു ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കർത്താവ് ഏതെങ്കിലും വാക്കുകൾ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അത് ഹൃദയതലങ്ങളിൽ മാഞ്ഞു പോകാതെ കുറിച്ചിടുകയും അത് ധ്യാനിക്കുകയും അത് ദൈവത്തെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നിശ്ചയമാണ് ആ വാഗ്ദത്തങ്ങളിൽ ചലനങ്ങളുണ്ടാകും. അതിനകത്ത് ദൈവത്തിൻ്റെ ഇടപെടലും ദൈവത്തിൻ്റെ പ്രവൃത്തി തലങ്ങളും സ്വർഗം വെളിപ്പെടുത്താതിരിക്കത്തില്ല. എത്ര ശൂന്യമായ അവസ്ഥയാണെങ്കിലും, എത്ര മരുഭൂമിയുടെ തലങ്ങളാണെങ്കിലും ഭക്തന്മാരെ നമുക്ക് കാണാൻ കഴിയുന്നു, അവിടെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ വെളിപ്പെടുത്തുക. വാക്കുകൾ കൊണ്ട് പ്രത്യാശയോടെ ദൈവത്തോട് തന്നെ ആ കാര്യം പറയുക, ആ ആലോചന പറയുക. ഇത് വചനം വ്യക്തമായി ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തോട് ഇടപെടുന്ന ദൂത് അതിനകത്തുനിന്ന്, നിന്റെ അനുഗ്രഹത്താൽ അടിയൻ്റെ ഗ്രഹം തിരുമുമ്പിൽ എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. എന്നേക്കുമുള്ള ദൈവ പദ്ധതിയെക്കുറിച്ച്, എന്നേക്കുമുള്ള ദൈവിക നന്മകളെക്കുറിച്ച് വചനം വ്യക്തമാക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴം ശക്തമായി അതിനകത്തുനിന്ന് ഇടപെടുന്ന ദൂത്. ദൈവത്തിൻ്റെ പൈതലെ, ഇപ്പോൾ ആയിരിക്കുന്ന തലം താൽക്കാലികമാണ്. ഇപ്പോൾ ആയിരിക്കുന്ന ആ ഒരവസ്ഥ അല്പസമയത്തേക്കുള്ള ഒരു അനുഭവമാണോ? ഇപ്പോൾ തുറന്നിരിക്കുന്ന വഴികൾ, ഇപ്പോൾ തുറന്നിരിക്കുന്ന വാതിലുകൾ അല്പസമയത്തേക്ക് മാത്രമാണോ? ആ ഒരവസ്ഥ ആഗ്രഹിക്കുകയും മറ്റൊന്നിനു വേണ്ടി ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ പൈതലിനോട് പരിശുദ്ധാത്മാവ് ആഴമായി ഇടപെടുന്ന ദൂത്, എന്നേക്കും വെളിപ്പെട്ടു വരുന്ന ഒരു വഴിയുണ്ട്. എന്നേക്കും നിലനിൽക്കാൻ പോകുന്ന ഒരു ദൈവിക ഇടപെടൽ ജീവിതത്തിൻ്റെ പാന്താവുകളിലുണ്ട്, ജീവിതത്തിൻ്റെ മേഖലകളിലുണ്ട്. ഉറച്ചു വിശ്വസിക്കട്ടെ. ഇന്ന് പരിശുദ്ധാത്മാവ് ചില കുടുംബത്തോട് പറയുക, ഞാനിവിടെ താൽക്കാലികമാണെന്ന് ചിന്തിച്ചു പോകുന്നു, ഞാൻ ഈ മേഖലയിൽ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന ദൈവം ഇതിലെ പരിശുദ്ധാത്മാവ് പറയുന്നു, അതെന്നേക്കുമായി മാറ്റുവാൻ ശക്തനായ
ശക്തനായ ദൈവം, അത് എന്നേക്കുമായി നിലനിർത്തുവാൻ പ്രാപ്തിയുള്ള ദൈവം ഇന്ന് വിശ്വസിച്ച് ദൂതേറ്റെടുക്കട്ടെ. ദൈവസന്നിധിയിൽ ആഴമായി പ്രാർത്ഥിക്കുവാനിടയാകട്ടെ. താൽക്കാലികമെന്ന് വ്യക്തികളും ശത്രുവും കാതുകളിൽ മന്ത്രിച്ച ആ മേഖലയെ നോക്കി പരിശുദ്ധാത്മ പറയുന്നു, അത് എന്നേക്കുമായി മാറ്റുവാൻ ദൈവം ശക്തനാ, ദൈവം സർവശക്തനാ. ആ നിലവാരത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരാൻ പോവാ. താൽക്കാലികമായത് അത് മാറും. എന്നേക്കുമായി നിലനിൽക്കുന്ന അനുഗ്രഹങ്ങൾ എന്നേക്കുവാ. എൻ്റെ ഗ്രഹം, എൻ്റെ തലമുറ, എൻ്റെ കുടുംബം എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക. എന്നേക്കും ശൂന്യമായിരിക്കുമെന്നല്ല, എന്നേക്കും തകർന്നു പോകുമെന്നല്ല, എന്നേക്കും പരാജയപ്പെട്ടു പോകുമെന്നല്ല, എന്നേക്കും അനുഗ്രഹമായിരിക്കും, അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ആ ഒരു നിലപാട് ഇന്ന് ഹൃദയത്തിൻ്റെ തലങ്ങളിൽ ആഴമായി ഏറ്റെടുക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൂത് വെളിപ്പെടുത്തുക. യോസഫിൻ്റെ ജീവിതത്തിൽ അടിമയായിരിക്കുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. അത് താൽക്കാലികം, അത് താൽക്കാലികം. എന്നേക്കുമായി ദൈവം കണ്ടത് അധിപതിയാക്കുവാനാ. ആ ഒരു തലവാ ദൈവത്തിൻ്റെ നിർണയം. ദൈവത്തിൻ്റെ വൈതലെ ഇന്ന് പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളെ നോക്കി ദൂത് വെളിപ്പെടുത്തുക. താൽക്കാലികമായത് മാറും, എന്നേക്കും നിലനിൽക്കുന്നത് ദൈവം തുറന്നു തരാൻ പോവുക. ഭാരപ്പെടുന്നവരുണ്ട്, ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുക, ഇതിൽ തുടരാൻ ആഗ്രഹിക്കുക, പക്ഷെ ഇത് ചുരുങ്ങിയ സമയമുള്ളെന്ന് ചിന്തിച്ചു പോകുന്നവരോട് അതെന്നേക്കുമായി മാറ്റുക. ദൈവശക്തന വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ആ മഹത്വം അങ്ങനെ തന്നെ കൂടാരത്തിൽ വെളിപ്പെടും. അങ്ങനെ തന്നെ ദൈവം ചെയ്തു തരാൻ പോവുക. കാരണം ദൈവം അങ്ങനെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ, ദൈവം അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടല്ലോ, ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് തന്നെ സംഭവിക്കാൻ പോവുക. ദൈവം സഹായിക്കും. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാന ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഇന്ന് കേൾപ്പിച്ച അങ്ങയുടെ ശബ്ദത്തിനായി സ്തോത്രം, ദൂതനായി സ്തോത്രം. ജനത്തെ സഹായിക്കണം, അനുഗ്രഹിക്കണം. ഈ വചനം കേൾക്കുന്ന ഓരോ ദൈവമക്കളും കർത്താവേ, മേൽക്കുമേൽ ഉയർച്ച പ്രാപിക്കണം, മേൽക്കുമേൽ അനുഗ്രഹിക്കപ്പെടണം. അവരുടെ ആവശ്യങ്ങളുടെ മേലെല്ലാം ദൈവത്തിൻ്റെ വിശ്വസ്തയുടെ കരം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹമായി തീരട്ടെ കർത്താവ്. അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.